ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? കഥകൾ കേട്ടുറങ്ങിയ ഒരു ബാല്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു കഥ പറയാമേ. പാഠത്തിലുള്ള കഥയാണ്, പക്ഷെ അത് മുഴുവനായിട്ട് ടീച്ചർ പറയില്ല, കാരണം ബാക്കി നിങ്ങളാണ് ഇമാജിൻ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോ ഒരു കഥ സല്ലട്ടുമാ, മുത്തശ്ശിമാരൊക്കെ ചോദിക്കും പോലെ ചോദിക്കാണ്. എന്റെ പേര് ശ്രുതി എന്നാണ്, നിങ്ങളുടെ മലയാളം ടീച്ചറാണ്. അപ്പൊ നമുക്ക് കഥയിലോട്ട് പോകാം. ഈ കഥയിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയോ? ആരൊക്കെ ഉണ്ട്? ദാ ഒരു ആനയും ഒരു അണ്ണാറക്കണ്ണനും. നോക്കിയേ, ഇവരുടെ ഈ നിൽപ്പൊക്കെ കണ്ടിട്ട് നല്ല ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇവരെന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ഈ കയ്യിൽ എന്താണെന്നറിയോ? എന്താണ് എന്താണ് ഒരു പ്ലാവിന്റെ തൈയാണ് കേട്ടോ. എന്താണ്? പ്ലാവിന്റെ തൈയാണ്. എന്താണ്? പ്ലാവിന്റെ തൈയാണ്. നോക്കണേ, ദാ ഈ ഒരു പ്ലാവിന്റെ തൈ രണ്ടുപേരും കൂടി നട്ടു. അങ്ങനെ ആനയും ഒരു പ്ലാവ് നട്ടു, അണ്ണാറക്കണ്ണനും ഒരു പ്ലാവ് നട്ടു. ആനയും അണ്ണാറക്കണ്ണനും പ്ലാവ് നട്ടു. ആന എന്ത് ചെയ്യുന്നറിയോ? ദിവസവും അത് നനയ്ക്കും, അതിന് വേണ്ട വെള്ളം കൊടുക്കും, വളം ചെയ്യും. അണ്ണാറക്കണ്ണൻ മടിയനാണ്, ഒന്നും ചെയ്യില്ല കേട്ടോ, ഒന്നും ചെയ്യില്ല. അപ്പോൾ നമ്മുടെ അണ്ണാറക്കണ്ണൻ എന്ത് ചെയ്തെന്നറിയോ? ആനയുടെ പ്ലാവില് എന്തുണ്ടാവും? പ്ലാവില് ചക്ക ഉണ്ടായി. ചക്ക ഉണ്ടായിട്ട് നമ്മുടെ അണ്ണാറക്കണ്ണൻ ഈ ചക്ക എടുത്തു. കാരണം അണ്ണാറക്കണ്ണന് പ്ലാവില്ല, ആനയ്ക്ക് മാത്രമാണ് പ്ലാവ് ഉള്ളത്. ആനയുടെ പ്ലാവാണ് വലുതായത്, കാരണം ആനയാണ് അതിന് വെള്ളവും വളവും ഒക്കെ കൊടുത്തത്. അണ്ണാറക്കണ്ണൻ അവിടെ പ്ലാവിന്റെ തൈ നട്ടു, പക്ഷേ അണ്ണാറക്കണ്ണൻ എന്ത് ചെയ്തില്ല? അതിന് വെള്ളവും വളവും ഒന്നും ചെയ്തില്ല. വെള്ളവും വളവും ഒന്നും ചെയ്തില്ലെങ്കിൽ അത് വളരില്ലല്ലോ. അങ്ങനെ അണ്ണാറക്കണ്ണന്റെ പ്ലാവ് വളർന്നില്ല കേട്ടോ. അണ്ണാറക്കണ്ണൻ എന്ത് ചെയ്തു? നമ്മുടെ ആനച്ചേട്ടന്റെ പ്ലാവിലെ ഒരു ചക്ക അങ്ങോട്ട് എടുത്തു. ചക്ക അങ്ങോട്ട് എടുത്തു. എന്നിട്ടോ ഈ അണ്ണാറക്കണ്ണൻ ചക്ക എടുത്തപ്പോ ആനയ്ക്ക് മനസ്സിലായി തന്റെ പ്ലാവില് ഒരു ചക്ക ഇല്ലല്ലോ എന്നുള്ളത്. അങ്ങനെ അണ്ണാറക്കണ്ണൻ എന്ത് ചെയ്തു എന്നറിയോ? ആന എന്ത് ചെയ്തു എന്നറിയോ? അണ്ണാറക്കണ്ണനോട് പോയി ചോദിച്ചു, ഇത് അങ്ങനെ വിട്ടാ പറ്റില്ല, ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യന്ന്. അപ്പൊ അണ്ണാറക്കണ്ണനോട് ചോദിച്ചു, എടാ ഇങ്ങനെ ആയിരിക്കില്ലേ ഫ്രണ്ട്സ് ആവുമ്പോ, എടാ എന്റെ പ്ലാവിലെ ചക്ക നീ എടുത്തിട്ടുണ്ടോ എന്നായിരിക്കില്ലേ ചോദിച്ചിട്ടുണ്ടാവാ. അപ്പൊ അണ്ണാറക്കണ്ണൻ എന്ത് പറഞ്ഞു? അണ്ണാറക്കണ്ണൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഞാൻ എടുത്തു തന്നെ പറഞ്ഞു, കള്ളൊന്നും പറഞ്ഞില്ല. ഞാൻ എടുത്തല്ലോ, ഞാൻ ചക്ക പറിച്ചു തിന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആനച്ചേട്ടന് ദേഷ്യം പിടിക്കും. ആനച്ചേട്ടൻ അണ്ണാറക്കണ്ണനെ എടുത്തിട്ട് ഒരൊറ്റയേറ് കൊടുക്കും. അങ്ങനെ അണ്ണാറക്കണ്ണൻ എവിടേക്ക് പോയി വീഴും? പലയിടത്തേക്കും പോയി വീഴും കേട്ടോ. അപ്പൊ അണ്ണാറക്കണ്ണൻ ആനച്ചേട്ടനെ കളിയാക്കാൻ വേണ്ടിയിട്ട് പാട്ടിലൂടെ കളിയാക്കി പറയും. അപ്പൊ അതെവിടെയൊക്കെയാണ് പോയത് എന്നുള്ളത് നമ്മുടെ പാഠഭാഗത്തുണ്ട്. അപ്പൊ നാളെ നമ്മുടെ അടുത്ത ദിവസം തന്നെ ടീച്ചർ ഈ ഒരു പാഠത്തിന്റെ ലൈവ് ക്ലാസ്സുമായിട്ട് വരുന്നതായിരിക്കും. ലൈവ് ക്ലാസ്സിൽ ഈ കഥ നല്ല വൃത്തിയായിട്ട് പറയും. പക്ഷെ അതിനു മുമ്പ് എവിടെയൊക്കെയോ പോയേന്ന് ഇതാ ഈ ഒരു പാട്ടിലൂടെ നമുക്കറിയാം. ഇതാര് പാടിയതെന്നറിയോ? അണ്ണാറക്കണ്ണൻ. എന്താ പാടിയതെന്നറിയോ? നിന്റെ ചക്കേം തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ. അപ്പൊ അണ്ണാറക്കണ്ണനെ ആനച്ചേട്ടൻ എടുത്ത് എറിഞ്ഞപ്പോ പോയി വീണത് എണ്ണക്കുടത്തിലായിരിക്കും അല്ലേ? എണ്ണയിലായിരിക്കും. പിന്നെയോ, വാകയും തേച്ചു ചിൽ ചിൽ ചിൽ, താളിയും തേച്ചു ചിൽ 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 അല്ലേ? കുളിക്കുകയും ചെയ്തു ചിൽ ചിൽ ചിൽ, പ്ലാവിൻ കൊമ്പിലെത്തി ചിൽ ചിൽ ചിൽ. എന്താ സംഗതി എന്നറിയോ? അണ്ണാറക്കണ്ണനെ ആനച്ചേട്ടൻ ദേഷ്യം പിടിച്ചിട്ട് എടുത്തെറിഞ്ഞു. അപ്പൊ അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ അണ്ണാറക്കണ്ണൻ എന്ത് പാടും? നിന്റെ ചക്കേം തിന്നു ചിൽ ചിൽ ചിൽ. പിന്നെയോ, എണ്ണക്കുടത്തിൽ പോയി വീഴൂലേ? എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ. അത് കേട്ടപ്പോ ആനച്ചേട്ടന് പിന്നെയും ദേഷ്യം വന്നിട്ടുണ്ടാവില്ലേ? ചേട്ടൻ പിന്നെ എടുത്തെറിഞ്ഞു. അപ്പോ അണ്ണാറക്കണ്ണൻ പിന്നെയും പാടി, നിന്റെ വാകേം അല്ലേ? നിന്റെ ചക്കേം തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ, വാകേം തേച്ചു ചിൽ ചിൽ ചിൽ. വാഗ എന്ന് പറഞ്ഞാൽ നമ്മൾ ദേഹത്തൊക്കെ തേക്കുന്ന വാഗ, നന്മേനി വാഗ എന്നൊക്കെ പറയും. ദേഹമൊക്കെ നന്നാവാൻ വേണ്ടിയിട്ട് തേച്ച് കുളിക്കുന്നതാണ് കേട്ടോ. സോപ്പിന് പകരമൊക്കെ ഉപയോഗിക്കുന്നതായിരുന്നു. പിന്നെ താളിപ്പാത്രത്തിലേക്കാണ് പോയി വീണത്. താളിയും തേച്ചു ചിൽ ചിൽ ചിൽ. പിന്നെ അവിടെ നിന്നും എടുത്തെറിഞ്ഞപ്പോ കുളത്തിൽ പോയി വീണു. കുളിക്കുകയും ചെയ്തു ചിൽ ചിൽ ചിൽ. പിന്നെയോ,
അടുത്തേറ് ഒരൊറ്റയേറ് കൊടുത്തത് നമ്മളെ ആനച്ചേട്ടന്റെ പ്ലാവിന്റെ കൊമ്പിൽ തന്നെയായിരുന്നു. പ്ലാവിൻ കൊമ്പിലെ തീ ചിൽ ചിൽ ചിൽ. ഇതാണ് കഥ. പിന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. ദാ ഇനി അണ്ണാറക്കണ്ണനെ ഇപ്പൊ എന്താ ചെയ്യാന്ന് ആലോചിച്ച് നിൽക്കുകയാണ് നമ്മുടെ ആനച്ചേട്ടൻ. എന്തായാലും ലൈവ് ക്ലാസ്സിൽ ഇത് അടിപൊളിയായിട്ട് ടീച്ചർ പഠിപ്പിച്ചു തരാട്ടോ ഈ കഥ. അപ്പൊ ലൈവിന് കാണാം, അടുത്ത ക്ലാസ്സിൽ കാണാം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, അതായത് നമ്മളെ ലൈവ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അതിലൂടെ അറിയാൻ പറ്റും. ഫ്രീ ആയിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ ഉണ്ട്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.